ഹലോ. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ പോണത് ഒരു അടിപൊളി പ്ലേസിലോട്ടാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ കാണാനാണ്. ഇപ്പോൾ അറിയുന്നവർക്കൊക്കെ പ്ലേസ് മനസ്സിലായി കാണും, ഇല്ലാത്തവർക്ക് വഴിയെ മനസ്സിലാകും. കേളേശ്വരം മഹാദേവ ടെമ്പിളിൽ വെച്ചായിരുന്നല്ലോ നമ്മുടെ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം. സോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആഴിമല ബസ് കിട്ടുന്ന പ്ലേസിലോട്ട് പോയി. ആഴിമല എന്ന് കേട്ടപ്പോൾ ഇപ്പോൾ അറിയാത്തവർക്കും എങ്ങോട്ടാണ് പോണേന്ന് മനസ്സിലായി കാണും അല്ലേ? അതെ, ആഴിമലയിലോട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ബസ് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നേ. ബട്ട് ആ പ്ലേസ് കാണണം എന്നുള്ളത് ഞങ്ങളുടെ അത്രയ്ക്ക് വലിയ ആഗ്രഹം ആയതുകൊണ്ട് തന്നെ മഴയൊന്നും വകവെച്ചില്ല. അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് പോയിട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ആഴിമല ക്ഷേത്രത്തിൻ്റെ മുൻവശം. കടലിനോട് ചേർന്ന് കിടക്കുന്ന ടെമ്പിളാണ് കേട്ടോ. എന്ത് മഴ കൊണ്ടാൽ എന്താണ്, ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നെങ്കിലും പേടിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നെങ്കിലും ഈ വ്യൂ കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് മനസ്സൊക്കെ വളരെ കാം ഡൗൺ ആയ പോലെ, എന്തോ വല്ലാത്തൊരു ബ്യൂട്ടി ഉണ്ട് ഈ സ്ഥലത്തിന്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നല്ലേ. ഇനി അങ്ങോട്ടേക്കാണ് പോണ്ടത്. 18 മീറ്ററോളം ഉയരം കൂടിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമ. എന്തൊരു ഭംഗിയായിട്ടാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. എന്തോ എത്ര നേരം നോക്കിയിരുന്നാലും മതിയാവാത്ത പോലെ. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. 6 അടിയോളം ഉയരമുള്ള പാറയിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ളത് എനിക്ക് പേഴ്സണലി നല്ല സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന രീതിയിലുള്ള രൂപം ആയതുകൊണ്ട് തന്നെ ഗംഗാധരേശ്വരൻ എന്നുകൂടെ ഇതിന് പേരുണ്ട്. എന്തായാലും തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന ഈ ഗംഗാധരേശ്വരനും തൊട്ടടുത്ത് ആർത്തലച്ച് വരുന്ന തിരമാലകളോട് കൂടിയ കടലും എന്തോ നമ്മളെ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പ്ലേസ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് തിരിച്ചു പോകുവാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്ലേസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ടിൽ ദെൻ ബൈ, ടാറ്റ.